നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ വളരെ വിചിത്രമായ, വളരെ വ്യാകുലത ഉളവാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾ സിന്തറ്റിക്കായിട്ടുള്ള ഡ്രഗ്സിന് അടിമയാകുന്നു. അവർക്ക് യാതൊരു ബോധവുമില്ല. നിങ്ങൾ അമേരിക്കയിലൊക്കെ സോംബി ലൈക്ക് പീപ്പിളിനെ കണ്ടിട്ടുണ്ട്. തലയൊക്കെ കുമ്പിട്ട് യാതൊരു ബോധവുമില്ലാതെ റോഡിൽ കിടക്കുന്ന ആൾക്കാർ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ബെസ്റ്റ് കേരളത്തിൻ്റെ, ദൈവത്തിൻ്റെ ഓൺ കൺട്രി ആയിട്ടുള്ള കേരളത്തിലെ കുട്ടികൾ മാറാൻ അധിക സമയമൊന്നും വേണ്ട. പ്രത്യേകിച്ചും ഇവിടെ ധാരാളം ധനമുണ്ട്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനമ്മമാർ ഉദ്യോഗസ്ഥരോ, വലിയ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ എബ്രോഡ് ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. അവർ ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കും. ചെറുതിലേ തന്നെ കുട്ടികൾക്ക് മൊബൈലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്സസ് കിട്ടുന്നു. അപ്പോൾ അവർക്ക് എവിടെയാണ് MDMA പോലെയുള്ള ഡ്രഗ്സ് ഉള്ളത് എന്നവർക്ക് വളരെ പെട്ടെന്നറിയാനുള്ള കാര്യങ്ങളുണ്ട്, പെട്ടെന്നറിയാനുള്ള രീതികളുണ്ട്. ഒരു ആപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി എവിടെയാണ് MDMA ഉള്ളത്, അല്ലെങ്കിൽ എവിടെ LSD കിട്ടും, അല്ലെങ്കിൽ PCP കിട്ടും, അതും അല്ലെങ്കിൽ എവിടെ മാരിവാന കിട്ടും എന്നൊക്കെ അവർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ? ഇപ്പോൾ ആർക്കും ചാരായോ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ആവശ്യമില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷം നൽകുന്ന പലതരം ഡ്രഗുകളുണ്ട്. ഹലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഹലൂസിനോജൻസ് ഉണ്ട്, സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് ഉണ്ട്. അതുമല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, നമ്മുടെ വയറ്റിനടുത്ത് മണപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സുഖം അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്ത് പറ്റുന്നതാണിത്? ഈ കുട്ടികൾ എങ്ങനെ ഇങ്ങനെ പോകുന്നു? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 മുറിയിൽ കയറി കതകടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ എന്താണ് ഒരു കുടുംബം എന്ന് പറയുന്നൊരു സൊസൈറ്റി അവിടെ എങ്ങനെ നിലനിൽക്കും? നോക്കൂ, പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. മകൻ വരുന്നു, മകൻ്റെ മുറിയിൽ ചെന്ന് കതകടച്ചിരിക്കുന്നു. മകൾ വരുന്നു, മകളുടെ മുറിയിൽ ചെന്ന് കതകടച്ചിരിക്കുന്നു. പോകുന്ന വഴിക്ക് അമ്മ സുഖമാണോ, അല്ലെങ്കിൽ അമ്മ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതല്ലാതെ ഒരു മേശയുടെ ചുറ്റുമിരുന്ന് അവരാഹാരം കഴിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുട്ടി കടന്നു വരുമ്പോൾ ഒരമ്മ വേണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ. ഈ ഓടി വന്ന് കതകടയ്ക്കുന്നത് കാരണം അവർക്ക് പ്രൈവസി വേണം. അതാണ് പറയുന്നത്, ഞങ്ങൾ വളർന്നു കഴിഞ്ഞു, ഞങ്ങൾക്ക് പ്രൈവസി വേണം. എന്ത് പ്രൈവസി? ഈ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത പ്രൈവസി എന്താണ് കുട്ടികൾക്ക് വേണ്ടത്? ഒന്നാമത് മാരേജ് ഒന്നും കഴിയുന്നതിന് മുൻപ് ഈ കുട്ടികൾക്ക് എന്ത് പ്രൈവസി വേണം? പിന്നെ നിങ്ങൾ ഏറ്റവും വില കൂടിയ ഐഫോണും മറ്റുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം. അവർക്ക് എല്ലാ ദൃശ്യങ്ങളും അതിൽ കൂടെ കിട്ടുന്നുമുണ്ടാകാം. അപ്പോൾ പിന്നെ അവർ കതകടച്ചിരുന്ന് കാണുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് അവരുടെ മൊബൈലിൽ ആക്സസ് ഉണ്ടോ? ഇല്ല. ഇവിടെ 90% വീടുകളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഏത് വഴി പോകുന്നു, അവരെന്ത് ചെയ്യുന്നു? ചിലപ്പോൾ കുട്ടികൾ ഒരു രാത്രി അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ താമസിച്ചിട്ട് വരുന്നു. അന്ന് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, പഠിക്കാനൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല. നിങ്ങളുടെ കുട്ടികൾ പരിശുദ്ധരാണ്, അയ്യോ എൻ്റെ കുട്ടി നല്ലവനാണ് എന്നുള്ള എൻ്റെ ഉണ്ണി നല്ലവനാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവരെ നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കൂട്ടുകാരെ. നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. ചെറുതിലേ തന്നെ അവൻ്റെ ഓരോ നീക്കങ്ങളും നോക്കൂ. അവൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടോ? അവൻ്റെ മുഖം അവൻ കുനിഞ്ഞു നിന്നാണോ സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ അവൻ മടി കാണിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു കുഞ്ഞു കയറി വരുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ്റെ മുഖത്തെ വ്യത്യാസങ്ങൾ. അവൻ ഡ്രഗിന് അഡിക്റ്റ് ആണോ അല്ലെങ്കിൽ അവൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മനസ്സിലാവും. അവൻ്റെ ആ സംസാര രീതി, അവൻ്റെ പെരുമാറ്റ രീതി, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു കുട്ടിയുടെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും. മാത്രമല്ല അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ MDMA ഇപ്പോൾ വളരെ സുലഭമാണ് കേരളത്തിൽ. പക്ഷേ അതിനാവശ്യമുള്ള പണം വേണം. അപ്പോൾ പാവപ്പെട്ട കുട്ടികളോ അവർ ഈ മാരിജുവാന അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ കറുപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും അതുമല്ലെങ്കിൽ അവർ വായുടെ അകത്ത് ഹാൻഡ്സും മറ്റുമൊക്കെ കിഴിയൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണ് പറ്റുന്നത്? കുറേ കഴിയുമ്പോൾ വായിൽ ക്യാൻസർ വരും. കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കും. ഈ തലച്ചോറിൻ്റെ ന്യൂറോൺസ് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് തീരും? അവസാനം അവൻ ഭ്രാന്തനായിട്ട് ചങ്ങലക്കിട്ട് മെൻ്റൽ അസൈലത്തിൽ ആക്കപ്പെടേണ്ടി വരില്ലേ? മെൻ്റൽ ഹോസ്പിറ്റലിൽ അവന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരില്ലേ? അവൻ്റെ എല്ലാതരം, അതായത് പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് ഫങ്ഷനൊക്കെ ഇല്ലാതാവും അല്ലേ? ആ കുട്ടിയുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ്റെ ബ്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫലം? അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കുറ്റമെന്നല്ലാതെ പറയാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളുകളിൽ എനിക്കറിയാം, ഈ NRIസിൻ്റെ മക്കൾ പഠിക്കുന്ന പല സ്കൂളുകളിലും അവിടെ ഇഷ്ടംപോലെ പണം വരുന്നുണ്ട്. അവർക്ക് മാത്രം പ്രത്യേക ഒരു സെക്ഷനുണ്ട്. അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു? രാത്രിയിൽ അവിടെ കുട്ടികൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്?
ഇതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? അച്ഛനമ്മമാർക്ക് മക്കൾ നന്നായിട്ട് പഠിക്കണം, അതിനുവേണ്ടിയുള്ള പണം ഒഴുക്കി കൊടുക്കുക. മറ്റൊന്നും അവർ അറിയുന്നില്ല. കുട്ടികൾ തോറ്റാൽ അവർ തോറ്റുകൊണ്ടേയിരിക്കും. അവർ ചിലപ്പോൾ ആ തോൽവിയിൽ നിന്നും അവർക്ക് സൂയിസൈഡൽ മാനിയയിലേക്ക് ഉണ്ടാവാം. അത് മാത്രമല്ല, ഒരു ദിവസം MDMA അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗോ കിട്ടിയില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് വിറളി പിടിച്ചവനെ പോലെ ആകുന്നു, പേപ്പട്ടിയെ പോലെ ആകുന്നു അവൻ്റെ സ്വഭാവം. അപ്പോൾ എന്തു ചെയ്യും? അവൻ സൂയിസൈഡ് ചെയ്യുകയോ മുകളിൽ നിന്ന് ചാടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ വളർത്തുന്നത്? കുട്ടികൾക്ക് വളരെ ചുരുക്കം അത്യാവശ്യത്തിന് മാത്രം പൈസ കൊടുക്കുക. പിന്നെ അവരെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും സന്ദർശിക്കുക. ഇനി നിങ്ങൾ വെളിയിലാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുവിനെ കൊണ്ട് അവരെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിപ്പിക്കുക. അങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങൾ അറിയുക. ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു റാപ്പോയുടെ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ അവരോട് പറയും, കുട്ടി എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്, അവൻ എന്തിനാണ് കഥ കടച്ചവൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു കുട്ടിയെ പ്രസവിച്ചാൽ മാത്രം പോരാ, ഒരു നല്ലൊരു അല്ലെങ്കിൽ പൗരനായിട്ട് വളർത്തിയെടുക്കുകയും വേണം. രാഷ്ട്രത്തിൻ്റെ നാശത്തിന് വേണ്ടി അവനെ വളർത്തിയെടുക്കരുത്. രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നിങ്ങൾ അവനെ വളർത്തിയെടുക്കാൻ. അത് ഈ പാരൻസിൻ്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഒരു ചുമതലയാണ്. വടിയെടുക്കും, ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടൊന്നും നമ്മളെ ആരും പോലീസ് പിടിച്ചുകൊണ്ടൊന്നും പോകാൻ പോകുന്നില്ല. ആവശ്യത്തിലുള്ള ചെറിയ ഒരു വർത്തനങ്ങളൊക്കെ ആവാം. നിങ്ങളുടെ കുട്ടികൾ നന്നാവണ്ടേ? അവരത് പതിച്ച് അവസാനം മരണത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ.